ഇനി +2. പക്ഷെ നിനക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് 10ാം ക്ലാസ്സിൽ കിട്ടിയത് ഏതിനാണ് എന്ന് പറഞ്ഞാൽ മാർക്ക് പറയണ്ട, ഏത് സബ്ജക്റ്റിനാണ്? അടുത്ത് അത് കഴിഞ്ഞാൽ മലയാളം, അത് കഴിഞ്ഞാൽ കെമിസ്ട്രി. ഈ കുട്ടിയുടെ സ്വഭാവം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് സോഫ്റ്റ് സ്കിൽ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഈ കുട്ടി സത്യം പറഞ്ഞാൽ നല്ലൊരു പാവം, സിമ്പതറ്റിക്കൽ, എമ്പതറ്റിക്കൽ, മറ്റുള്ളവരെ സഹായിക്കുന്ന മനസ്സുള്ളൊരു കുട്ടിയാണ് അല്ലേ? ഒന്ന്. രണ്ടാമത്, ഈ കുട്ടി അത്യാവശ്യം സംസാരിക്കും, നല്ല ഒരു ഫ്രണ്ട്ലി റിലേഷൻ വെച്ചിരിക്കും എല്ലാവരുമായിട്ട്. മൂന്നാമത്, ചില സമയം ക്ഷമാശീലം കുറവാണ്, വായനാശീലമൊക്കെ കുറവാണ്, കുറച്ച് ക്ഷമിച്ചിരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? ചിലതൊക്കെ പെട്ടെന്ന് കിട്ടും. ഈ 3 കാര്യവും കറക്റ്റ് അല്ലേ? അല്ലേ? ഇതെങ്ങനെ പറഞ്ഞത് കഴിഞ്ഞാൽ സബ്ജക്റ്റ് മാർക്ക്, സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച സബ്ജക്റ്റ് വെച്ച് അവരുടെ കംപ്ലീറ്റ് സ്വഭാവം നമുക്ക് പറയാം. ഇതാണ് ഇനി ഞാൻ സോഫ്റ്റ് സ്കില്ലിനെ കണക്ട് ചെയ്യാം. ഈ കുട്ടിയുടെ കരിയർ മേഖലയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കുട്ടിയുടെ ഫസ്റ്റ് ക്യാരക്ടർ സിമ്പതറ്റിക്കൽ, എമ്പതറ്റിക്കൽ, മറ്റുള്ളവരെ സഹായിക്കാൻ മനോഭാവമുള്ള കുട്ടിയായതുകൊണ്ട് പ്രശ്നത്തിലിരിക്കുന്നവരെ സഹായിക്കാനുള്ള മനസ്സുണ്ട്. അതായത് ഈ കുട്ടിയുടെ കരിയർ മേഖല കണക്ട് ചെയ്യുന്നത് മെഡിക്കലാണ്. ഒരാൾ വയറുവേദനയോ അല്ലെങ്കിൽ പനിയായിട്ടോ അസ്വസ്ഥതയായിട്ടോ ഭയങ്കരമായിട്ട് വയ്യാതെ വന്നാൽ ഈ കുട്ടിയുടെ സോഫ്റ്റ് സ്കില്ലിരിക്കുന്ന സിമ്പതറ്റിക്കൽ, എമ്പതറ്റിക്കൽ സഹായിക്കാനുള്ള മനസ്സുള്ളത് കൊണ്ട് ആ കുട്ടി ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജിൽ പോയി സ്കൂളിൽ പോയി പഠിച്ച് കിട്ടുന്ന അറിവ്. ഇപ്പം ഈ കുട്ടി ഇപ്പം MBBS ആണ് പഠിച്ചെന്ന് വിചാരിച്ചോളൂ. MBBS പഠിച്ച ഈ കുട്ടിക്ക് ചികിത്സിക്കാതെ വന്നിരിക്കുന്ന ആൾക്ക് ഒട്ടും വയ്യ, ഭയങ്കര വയറുവേദനയാണ്. അപ്പം അയ്യോ എന്ന് വിളിക്കുക, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സുഖമാക്കി തരണം. അപ്പം മനസ്താപം ഉണ്ട്, അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അപ്പം ഈ കുട്ടി ഡോക്ടറാ, പെട്ടെന്ന് എടുക്ക്, പെയിൻ കില്ലർ ഇഞ്ചക്ട് ചെയ്യും, പെട്ടെന്ന് ബ്ലഡ് എടുക്ക്, പരിശോധിക്കുക, എന്താ പ്രോബ്ലം നോക്ക്, ഇന്നലെ എന്താ കഴിച്ചെന്ന് നോക്ക്, പെട്ടെന്ന് ഇഞ്ചക്ഷൻ ഇടുന്നു, പെയിൻ ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്യും, വേദന ഇല്ലാതാക്കും. അപ്പം ആദ്യത്തെ പരിഹാരം വരുന്നു, ഫർദറായിട്ട് കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നു. രണ്ടാമത്തെ ഈ കുട്ടിയുടെ സ്വഭാവം സോഫ്റ്റ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. മറ്റുള്ളവരുമായിട്ട് നന്നായി സംസാരിച്ച് ബന്ധങ്ങൾ പുലർത്തുന്ന കുട്ടിയായതുകൊണ്ട് ബിസിനസ് സ്കില്ല് ഈ കുട്ടിക്ക് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ബന്ധത്തിൽ റെഡി, എനിക്കൊരു സാധനമുണ്ട്, ഞാനൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്, ഇതാണ് എൻ്റെ സാധനം, നീ ഒന്ന് വാങ്ങടി, നല്ല സാധനം, അടിപൊളിയാ എന്ന് പറഞ്ഞ് മറ്റ് എല്ലാവരും വിൽക്കുന്നതിനെക്കാളും കൂടുതലായിട്ട് വിൽക്കാനുള്ള ബന്ധങ്ങളും ഫ്രണ്ട്സും ഈ കുട്ടിക്ക് കൂടുതലുണ്ട്. അപ്പൊ ബിസിനസ് സ്കില്ല് ഈ കുട്ടിക്ക് ഉണ്ട്. മെഡിക്കൽ മേഖല ഈ കുട്ടിക്ക് പോവാം, ബിസിനസ് മേഖല പോവാം. പിന്നെ ക്ഷമശീലം കുറവായത് കൊണ്ട് ചില കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നില്ല. അതായത് ഒരു ക്ഷമാശീലം കുറവാണ്, വായന കുറച്ച് കൂടുതൽ വായിച്ചിരിക്കുക, ക്ഷമിച്ചിരിക്കുക, എല്ലാം പെട്ടെന്ന് കിട്ടണം. അങ്ങനെയുള്ള കാര്യത്തിൽ മാത്രമേ ഈ കുട്ടിക്ക് പോയി. ഇന്ന് ജോലി ചെയ്തിട്ട് അടുത്ത വർഷം കിട്ടുന്ന കാര്യത്തിനൊന്നും 1 വർഷത്തെ ഗോൾ സെറ്റ് ചെയ്തിട്ടൊന്നും ഈ കുട്ടി പോകില്ല. ഇന്ന് ജോലി ചെയ്താൽ നാളെ പൈസ കിട്ടും. അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ ഈ കുട്ടി ഇടപെടുകയുള്ളൂ. അപ്പം ഇത് ബേസ് ചെയ്തിട്ട് ഈ കുട്ടി പോവുകയാണെങ്കിൽ, ഇനി ഇതിനെ ഞാൻ കരിയറിൽ കണക്ട് ചെയ്ത് തരാം. ഈ കുട്ടി പഠിച്ചത് MBBS എന്ന് വിചാരിച്ചു. അപ്പം ഒരു രോഗി വരെയാണ്, ആ രോഗിയെ ചികിത്സിക്കും. അപ്പോൾ ഈ കുട്ടി 5 മണിക്ക് ഈ ബാഗ് എടുത്തുകൊണ്ട് പോകാൻ സമയമായി. ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ ഒരു അമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ട് കരഞ്ഞോണ്ട് ഓടി വരിക. ഈ കുട്ടി എന്ത് ചെയ്യും? ആ ബാഗ് അവിടെ ഇട്ടിട്ട് ഓടിച്ചെന്ന് ചികിത്സിച്ചത് 6:30 ആയാലും കുഴപ്പമില്ല, പോവും. മനസ്സിനൊരു ടെൻഷനോ വിഷമമോ തോന്നില്ല. പക്ഷേ മറ്റൊരു കുട്ടിയാണെങ്കിൽ, അങ്ങനെ വേറെ സ്കില്ലുള്ള ഒരാളാണെങ്കിൽ, ഇപ്പൊ ബാങ്കിങ് മേഖല സ്കില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അധികം സംസാരിക്കാത്ത കുട്ടിയായിരിക്കും, അധികം ആരോട് സംസാരിക്കാതെ എപ്പോഴും ഒതുങ്ങിയിരിക്കുന്ന ഒരാളാണ് ബാങ്കിങ് മേഖല. അവരിയ്ക്കുമ്പം അവരെ കൊണ്ട് നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവരിൽ നിന്ന് അത്രയും ഒരു സിമ്പതറ്റിക്കൽ, എമ്പതറ്റിക്കൽ മൈൻഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു സ്വഭാവം അവർക്കില്ല. ഓരോരുത്തരും വ്യത്യസ്തമായ സ്കിൽ ബേസ് ചെയ്തിട്ടാണ് ഓരോരുത്തരും എന്ത് ചെയ്തിരിക്കുന്നത്. ദൈവം ഓരോരുത്തർക്കും ഓരോ സ്കില്ല് കൊടുത്തിട്ടുണ്ട്. ആ സ്കില്ലിനെ അവർ വരുമാനമാക്കി എടുക്കേണ്ടത് അവരുടേതാണ്. അപ്പോൾ നമ്മൾ ആ സ്കിൽ ബേസ് ചെയ്ത് നമ്മൾ +2, +1, 10ാം ക്ലാസ് കഴിഞ്ഞ് +1 സെലക്ട് ചെയ്ത് അവിടെ നിന്ന് പിന്നെ കോളേജിലെ കോഴ്സ് സെലക്ട് ചെയ്ത് ഈ സ്കിൽ ബേസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സമാധാനത്തോടെയും സന്തോഷത്തോടെയും. ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടറാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടറാണെന്ന് വിചാരിച്ചോളൂ. അപ്പം നമ്മൾ അനേകം എത്ര പേര് നമുക്ക് ചികിത്സിച്ചാലും നമ്മുടെ ഉള്ളിലെ സ്വഭാവം അനുസരിച്ച് നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ? സന്തോഷമേ ഉണ്ടാവും, അല്ലേ? ഇനിയിപ്പോൾ നന്നായി സംസാരിക്കുന്ന ഒരു കുട്ടി, നല്ല സംസാരിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ എല്ലാം കണക്ക് നോക്കണം, ഇടപാട് നോക്കണം, ഓഡിറ്റ് നോക്കണം,
നോക്കണം, അത് നോക്കണം, ഇത് നോക്കണം. ഈ സംസാരിക്കാൻ കഴിയാത്ത ഡിപ്രഷൻ എന്ത് ചെയ്യും? കൊണ്ട് ആരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും വട്ട് പിടിച്ച് ഇവിടെ കയറിയിരിക്കണം, ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നില്ലേ? അതാണ് മിസ്മാച്ച് കരിയർ. ഇന്ത്യയിൽ നിന്ന് അനുഭവിക്കുന്ന പ്രശ്നം, ഏത് വ്യക്തിയാണോ ആ കരിയറിൽ ഇരിക്കേണ്ടത് അവർ കയറി അപ്പുറത്തിരിക്കും, അപ്പുറത്തുള്ളവർ കയറി ഇപ്പുറത്തിരിക്കും. ഇതാണ് ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പൊ മാറി മാറി സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല.